ഇപ്പോൾ കൊല്ലത്ത് ബിന്ദു കൃഷ്ണയുടെ റോഡ് ഷോ നടക്കുകയാണ്. ബിന്ദു കൃഷ്ണയുടെ റോഡ് ഷോയ്ക്കൊപ്പം സൂര്യഗായത്രി ചേരുന്നുണ്ട്. സൂര്യ, ഗുഡ് മോർണിംഗ്. അവിടെ വണ്ടിക്കകത്ത് ബിന്ദു കൃഷ്ണയ്ക്ക് കൊല്ലം DCCയിൽ നിന്നും ബിന്ദു കൃഷ്ണയുടെ വാഹന ഹാഷ്മി കൊല്ലം DCCയിൽ നിന്നും ബിന്ദു കൃഷ്ണയുടെ വാഹന പ്രചാരണം ആവേശോജ്വലമായി തുടങ്ങിയിരിക്കുകയാണ്. ആവേശമാണ് ഇവിടെ അണികളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത്തവണ കൊല്ലം നമ്മൾ ഉറപ്പിച്ചോ? ഇത്തവണ കൊല്ലം UDFന് അനുകൂലമാകുമെന്ന വലിയ പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ ഇന്ന് രാഷ്ട്രീയ പോരാട്ടം തുടങ്ങുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലം, അതിനു മുമ്പുള്ള 5 വർഷക്കാലം MLAയുടെ സാമീപ്യമില്ലായിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേരിയ വോട്ടിന് പരാജയപ്പെട്ടതിന് ശേഷം മുഴുവൻ സമയവും ഇവിടുത്തെ ജനങ്ങളോടൊപ്പം അവരുടെ കുടുംബാംഗമായി നിലനിന്ന ആത്മവിശ്വാസം കൂടി മറ്റ് രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കൊപ്പം ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നു. തീർച്ചയായും 10 വർഷക്കാലം നീണ്ട കേരളത്തിലെ ഇടതു ദുർഭരണത്തിനെതിരായി, അങ്ങേയറ്റം ജനദ്രോഹപരമായ ഭരണത്തിനെതിരായി ജനവികാരമുണ്ട്. ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിനെതിരായുള്ള ഒരു പോരാട്ടം കൂടിയാണ്. തീർച്ചയായും കൊല്ലം നിയമസഭാ മണ്ഡലത്തിലെ വികസന മുരടിപ്പിന് ഒരു പരിഹാരം കാണുവാൻ ഐക്യമുന്നണിക്ക് അനുകൂലമായി പ്രിയപ്പെട്ട ജനങ്ങൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ അവരോടുള്ള വിനയമായ അഭ്യർത്ഥനയോടുകൂടി മുന്നോട്ട് തുടങ്ങുകയാണ്. കൊല്ലം മണ്ഡലം അപരിചിതമല്ല. കഴിഞ്ഞ തവണ മുകേഷിന്റെ ഭൂരിപക്ഷം കുറയ്ക്കാൻ കഴിഞ്ഞു എന്നുള്ള പ്രതീക്ഷയുണ്ട്. അത് അങ്ങനെയാണ് ഇറങ്ങുന്നത്. ഇത്തവണ ഭൂരിപക്ഷം എത്ര പ്രതീക്ഷിക്കുന്നു? ഭൂരിപക്ഷം ജനങ്ങൾ തീരുമാനിക്കട്ടെ. അതെന്തായാലും ഒട്ടും കുറവായിരിക്കില്ല എന്ന ആത്മവിശ്വാസം ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. കൊല്ലം മേയർ നമുക്കൊപ്പമുണ്ട്. മേയർ, കുറച്ച് സമയമേ ഉള്ളൂ ഈ പ്രചാരണത്തിന്. ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കുറച്ച് വൈകുന്നു എന്ന് തോന്നുന്നുണ്ടോ? കൊല്ലം നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിനൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ ജനമധ്യത്തിലുണ്ട്. അതിനാരുടെയും ശരിക്കും ഒരു പരിചയപ്പെടുത്തലിൻ്റെയും ആവശ്യമുള്ളൊരു സ്ഥാനാർത്ഥിയല്ല. ശരി, അതാണ് വലിയ വിജയപ്രതീക്ഷയിലാണ് ബിന്ദു കൃഷ്ണ എന്നാണ് മനസ്സിലാക്കുന്നത്. കൊല്ലം DCC ഓഫീസിൽ നിന്ന് അവരുടെ പക്ഷെ മത്സരിക്കുന്ന സൂര്യഗായത്രിയാണോ എന്ന് തോന്നുന്ന മട്ടിൽ നടുക്ക് കയറിപ്പോൾ സൂര്യഗായത്രി ലൈവിനോട് നിൽക്കുന്നതാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അങ്ങ് ഇറങ്ങിക്കോളൂ. എന്തായാലും അവിടെ റോഡ് ഷോകളിലുള്ള സജീവം നിൽക്കുന്ന സ്ഥാനാർത്ഥി പ്രഖ്യാപനം ആയിട്ടില്ലെങ്കിലും ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.